ഗൈസ് ഒരു ക്രഞ്ചി. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്നെ വിട്. ഒരു സന്തോഷ വാർത്ത ഉണ്ട്. ഇത്രയ്ക്ക് എക്സൈറ്റ്മെൻറ്റിൽ ഇന്ന് ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഇത് എത്രയ്ക്ക് വലിയ സന്തോഷ വാർത്തയാണ്. നമ്മളെ SVRHMCൻ്റെ NSSൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്ത ഷോർട്ട് ഫിലിമിന് ഫസ്റ്റ് കിട്ടി ഗൈസ്, ഫസ്റ്റ് കിട്ടി. ഓ മൈ ഗാഡ്, ഞാനായിരുന്നു ഡയറക്ടർ, അതുകൊണ്ടായിരിക്കും ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പറയാം. പക്ഷേ അപ്പം നമ്മൾ പറഞ്ഞ എന്തെന്ന് വെച്ചാൽ നമ്മളെ ഷോർട്ട് ഫിലിമിന്, അതായത് റീടേൺഡ്, അതാണ് നമ്മളെ ഷോർട്ട് ഫിലിമിൻ്റെ പേര്. അതിന് ഫസ്റ്റ് കിട്ടിയിരിക്കുകയാണ്. ഫസ്റ്റ് ഇവിടെ സെക്കൻഡും തേർഡൊന്നുമല്ല, ഫസ്റ്റ്. കേരളം മൊത്തത്തിലുണ്ട്, അതിൽ നമുക്ക് ഫസ്റ്റ് കിട്ടി. സീനല്ല, നമ്മൾ സീനാണ്. അപ്പം രാവിലെ തന്നെ ഒരു സാറ് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളേത് കോളേജിലാണ് പഠിക്കുന്നത്? ഞാൻ പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ നിങ്ങളൊരു ഷോർട്ട് ഫിലിം വെച്ചിട്ടുണ്ടായിരുന്നു, അതിന് നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് പറഞ്ഞു. രാവിലത്തെ ആ സന്തോഷ വാർത്ത കേട്ട് എണീക്കുന്നൊരവസ്ഥ അലച്ചിട്ട് ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസം കേട്ടോ, മാഷാ അല്ലാ. ഇന്ന് വാലൻറ്റൈൻസ് ഡേ ആണ്. സത്യം പറയാലോ, ഇത്ര നല്ലൊരു വാലൻറ്റൈൻസ് ഡേ എനിക്ക് വന്നിട്ടില്ല. അതും ഞാൻ സിംഗിളായിട്ട് പോലും ഇത്രയ്ക്ക് നല്ലൊരു വാലൻറ്റൈൻസ് ഡേ. താങ്ക് യു. പിന്നെന്താ പറയാമെന്ന് വെച്ചാൽ, ഇന്ന് എനിക്ക് വേണ്ടി റോസൊക്കെ ഉണ്ടായിരുന്നു. ക്രിഞ്ച്. ഓക്കെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുകയാണ്. ഇത് ഇത്ര പ്രാവശ്യം ഞാൻ പറയണ്ടേ, എന്തോ പറയാൻ ഉദ്ദേശിച്ചു. പിന്നെ നമ്മളെ കുറേ പേരെ വർക്കുണ്ട് ഇതിൽ. നമ്മളെ ടീമിൻ്റെ മൊത്തത്തിലുള്ള വർക്കുണ്ട്. നമ്മളെ ടീം പറയുമ്പം കുറേ പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എൻ്റെ വക ഭയങ്കര നന്ദി അറിയിക്കുകയാണ്. പിന്നെ അവർ വിളിച്ചുകൊണ്ട് പറഞ്ഞ് ഫറൂഖക്ക് വരണമായിരുന്നു, നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ ഇവിടെ ക്യാമ്പിൽ? അവിടെ 3 ദിവസമായിട്ട് ക്യാമ്പ് നടക്കുന്നുണ്ട് കോളേജിൽ. ഞാൻ പറഞ്ഞ് ഞാൻ ഇവിടെ മലപ്പുറത്തുണ്ട്. ഭാഗ്യത്തിന് ഞാൻ മലപ്പുറത്ത് മിനിയാന്ന് വന്നിട്ടുള്ളൂ ഇവിടെ. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ നിങ്ങൾ 11 മണിക്ക് വാ, MP ഒക്കെ വരുന്നുണ്ട്, സീനേക്കാരും. അപ്പം ഓക്കെ ഞാൻ വരാം. അപ്പം മാറ്റിയാണ്. ഭയങ്കര സന്തോഷം. ഫസ്റ്റാണ് കൈസ് നമുക്ക് ഫസ്റ്റ്. സോ ഈ ഒരു അവസരത്തിൽ എനിക്ക് എൻ്റെ ടീമിനോടൊക്കെ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. നന്ദി ഭാവുകങ്ങളും അറിയിക്കുകയാണ്. വളരെയേറെ നന്ദി. കാരണം എൻ്റെ എല്ലാ ഫ്രണ്ട്സും അതിലുണ്ടായിരുന്ന ആക്ടേഴ്സ് ആണെങ്കിലും, എൻ്റെ ബാക്കിയുള്ള ബിഹൈൻഡ് ദ സീനിൽ ചെയ്ത ആൾക്കാരാണെങ്കിലും അവരൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു. പ്രത്യേകിച്ച് ആ സമയത്ത് നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് അറിയപ്പോൾ പോലും ഇല്ലായിരുന്നു. കോളേജ് വന്ന ടൈമാണ്. എന്നിട്ട് പോലും അവർ രാവിലെയൊക്കെ വിളിച്ചാലും വരുമായിരുന്നു കേട്ടോ എല്ലാവരും. അതിനെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അവരങ്ങനെയൊക്കെ വർക്ക് ചെയ്തുകൊണ്ട്. ഞാൻ മാത്രമാണെങ്കിൽ ഇതൊന്നും നടക്കില്ല. എല്ലാവർക്കും ഇത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. സോ എല്ലാവർക്കും കൂടെ ഞാൻ ഈ വ്ളോഗ് ഇടുന്നത്. പിന്നെ ഞാൻ റീഫനെ വിളിച്ചു. റീഫ മലപ്പുറത്തുണ്ട്. സ്വാതിനെ വിളിച്ച്, പക്ഷെ അവർക്കൊന്നും വരാൻ വയ്യ. റീഫയ്ക്ക് എക്സാം ഉണ്ട്. സ്വാതിക്ക് അമ്പലത്തിൽ പോകാണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളും. അപ്പം ഞാൻ തന്നെ പോയി സ്വന്തം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് മേടിക്കുന്നതാണ്. 2 കൈയും നീട്ടി സന്തോഷിച്ച് 32 പല്ലും കെട്ടി സമ്മാനം മേടിക്കുന്നതാണ് അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് പോവാം. മാറ്റി സുന്ദരിയാണോ? ഇല്ല, സുന്ദരിയായില്ല. ജല്ലോ ഉമ്മക്കാനുള്ളൂ. എന്നാലും ജല് ചെറുത് ഓനിപ്പം മടിയാണ് ഞാൻ ഉമ്മക്കണേ അല്ലേ? കോളേജ് വരാൻ പറഞ്ഞു.
അല്ല നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഫറൂഖ് കോളേജിലെ മെയിൻ ഗേറ്റ്. പക്ഷെ നമ്മളിപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞത് പാരിസൺസ് ഹാള് ആ ഹാൾക്കാണ്. എവിടെ? ഓ മെയിൻ ബ്ലോക്കിന്റെ ബാക്കിലായിട്ട്. പോവാം പോവാം ഗൈസ്. രാജ ഗേറ്റ് ഡൊനേറ്റഡ് ബൈ അബ്ദുൽ ഖാദർ ഹാജി ഹൈസ്കൂള് ട്രെയിനിങ് കോളേജ്. അല്ല ഈ ഷോർട്ട് ഫിലിം കോളേജിലൊക്കെ പഠിക്കാനുള്ള ഈ ഇതിലൊക്കെ കളിക്കും പനി അല്ലേ? എന്താ പാരിസൺസ് ഹാള്? ഈ വർഷം മരണപ്പെട്ട ആൾക്കാരാ? അല്ലല്ല, ഇത് മറ്റേ നടൻ. ആ ആണ്. ഇതാ സ്വച്ഛ് ഇതിൻ്റെതാ ഞാൻ കൂടി. സ്വച്ഛ് ദർപ്പൺ കേരള സ്റ്റേറ്റ് NSS ഫിലിം ഫെസ്റ്റിവൽ. അമ്മച്ചിൻ്റെ ഫ്രണ്ട്. ഓ ഇവിടേക്കാണ് നമ്മളെ ഇവരിവിടെ ക്യാമ്പിനുള്ളതാവും. ആരുടെ കഴിക്കുന്നത് പറഞ്ഞാലോടെ നമ്മളതേപോലത്തെ ഒരു ഷർട്ട്. ഇവിടെ തന്നെ ഒരാളോ
ശബ്ദത്തിന് മുകളിലും എങ്ങനെയാണ് എന്തൊരു ഉയർന്ന ശബ്ദമായത്. മാറ്റങ്ങൾ തികച്ചും മനോഹരമാണ്. ഒന്നും പറയണ്ട, തീരെ വയ്യ. അത് ശരിയാണ്. ഈ കാര്യം വൈകിയാണെങ്കിലും ഇവർ ചിന്തിച്ചല്ലോ. ഇതിപ്പോൾ ഇവർക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഇവരുടെ ഗ്രഹം തന്നെ കൈവെള്ളയിൽ എത്തിച്ചു കൊടുക്കുന്നു. പക്ഷേ ഇവരാകട്ടെ ആ ജീവിതോപാധികളെല്ലാം മലിനമാക്കി നശിപ്പിക്കുന്നു. ജലത്തെയും വായുവിനെയും മണ്ണിനെയും എല്ലാം ഇവർ മലിനമാക്കുന്നു. പക്ഷേ ഇവർക്കിടയിൽ തന്നെ ചിലർ തങ്ങളെ സംരക്ഷിക്കാനും തങ്ങളുടെ ഗ്രഹത്തെ സംരക്ഷിക്കാനായും പ്രയത്നിക്കുന്നുണ്ട്. അത് പ്രശംസാർഹമായ കാര്യം തന്നെയാണ്. ഈ ഗ്രഹത്തിന്റെ നാശവും രക്ഷയും ഈ ഒരൊറ്റ ജീവിയുടെ കയ്യിലാണുള്ളത്. ഇവർ സംരക്ഷിക്കും എന്നൊരൊറ്റ പ്രതീക്ഷ മാത്രമേ എനിക്കുള്ളൂ. അതെ, ആ ഒരൊറ്റ പ്രതീക്ഷ. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചിട്ട് അതിനെ സ്വീകരിക്കലാണ്. സേവനം ഒരു കടമയല്ല, മനുഷ്യന്റെ ഏറ്റവും മനോഹരമായ രൂപമാണ്. സ്വച്ഛ് ദർപ്പൺ എന്ന ഈ പരിപാടിയിൽ അധ്യക്ഷതയ്ക്ക് ശേഷം നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ കേരളത്തിൽ സാമൂഹിക പ്രവർത്തന രംഗത്ത് ശ്രദ്ധ നേടിയ ശ്രീമതി ദേജിയെ ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു. ഇന്നെങ്കിലും എനിക്ക് ഈ പുറം ലോകം കാണാൻ പറ്റും. കുറെ ദിവസം ഇവിടെ കിടന്ന് മരവിക്കുന്നു. എടുത്ത് ആ ഗ്യാസ് അങ്ങോട്ട് പോയപ്പോ ഒരു സുഖം ഉണ്ടല്ലോ. ഇങ്ങനെ കുത്തിരിക്കണെന്ന് വേറെ പഠിക്കാനൊന്നും ഇല്ല എനിക്ക്. എന്തായാലും ഇവിടെ കൊള്ളാട്ടോ. വെറുതെ ഇരുന്ന് ദാഹിക്കുക. അത് വരുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇതാരാ പുതിയ ഇവിടെ സംസാരം എനിക്ക് വലിയ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അതെടുത്ത് കുടിക്കുന്നു. എന്തോ ഇത്? എക്സ്ക്യൂസ് മീ ഇവിടെ. ഹലോ പോയോ? കിണി നിർത്തി പോകുന്നു. ഹലോ കിണി. ദിവസങ്ങൾ കഴിഞ്ഞ് ഞാൻ ഇവിടെ കിടന്ന് വെള്ളം മലിനമാവും. ഇവിടെയുള്ള മത്സ്യങ്ങളൊക്കെ ചത്തുപോകും. ആരും വരുന്ന കേൾക്കുന്നുണ്ടല്ലോ. ഭാഗ്യത്തിന് ഈ ചേട്ടനെങ്കിലും പരിസ്ഥിതിയെ കുറിച്ച് കുറച്ച് ബോധമുണ്ട്. എന്നെ കൊണ്ടുപോയിരിക്കും. അതെ ചേട്ടാ, എന്നെ വെച്ചിട്ട് പോലെ അതാ പോയി. ചേട്ടൻ മറന്നതായിരിക്കും. എന്തായാലും ഇനിയിപ്പോ എന്താ ചെയ്യാ? വെള്ളം എന്ത് പറയാനാ? കാളയുടെ കൂടെ നടന്നതിനിപ്പോ കാളജീവിതമായിരുന്നു ഞാൻ നയിച്ചിരുന്നത്. ഇത് എങ്ങോട്ട് എന്നെ കൊണ്ടുപോകുന്നത് ഇത്രയും നല്ല സുന്ദരിയാക്കിയിട്ട്? അറിയാതെ പുറത്തെറിഞ്ഞിട്ട് പോയാ മാം, അവനെ വിശ്വസിക്കരുത്. അവൻ വിശ്വസിക്കാൻ പറ്റാളല്ലോ കേട്ടോ. എഴുതിയെടുക്കാൻ നന്നായി. പക്ഷെ നിന്നെ മൊത്തത്തിൽ കുറ്റം പറയുന്നത് ശരിയല്ല. നീ കാരണമാണ് എനിക്ക് ഇങ്ങനൊരു നല്ലൊരു പുതിയ ജീവിതം ലഭിക്കുന്നത്. താങ്ക്സ് ഫോർ ദാറ്റ്.
എന്നത് കേവലം ഒരു കടമയല്ല, മറിച്ച് അതൊരു സംസ്കാരമാണ്. ഈ പുരസ്കാരം ഇവിടെ നമ്മുടെ ചായ പുറത്തുണ്ട്. ചായ കുടിച്ചിട്ട് പെട്ടെന്ന് ഒരു 10 മിനിറ്റ് തിരിച്ചു കേട്ടോ. താടിയിലാളില്ലേ അയാൾ നമ്മളെ കോളേജിൽ NSSന്റെ എന്താണ് ഞാൻ BHMS ഫസ്റ്റ് ഇയർ. അതെ കുപ്പിന്റെ സിനിമ അല്ലേ, കുപ്പി മുറുക്കുന്ന അതിന്റെ അതെ അതെ വിളിച്ചു കിട്ടിയതാണ്. അതെ അതെ അതെ. നീ എവിടെ പ്ലസ് ടു പഠിച്ചോടാ? പ്ലസ് ടു ഞാൻ ഇവിടെ മലപ്പുറമാണ്. ഞാൻ ഇവിടെ വൈദ്യരങ്ങാടി സ്കൂളിലാണ് പഠിച്ചത്. ഇവിടെ തന്നെ. ഇപ്പൊ അവിടെ പെരുന്നമണ്ണ എപ്പോഴുന്ന വരുന്നപ്പോ നീ? ഇപ്പൊ ഞാൻ നാട്ടിലേക്ക് ലീവിന് വന്നതാ. അപ്പൊ കറക്റ്റ് ടൈമിനെ വിളിച്ചായിരുന്നു. പിന്നെ കുട്ടിക്കാനത്ത് നടന്നില്ലായിരുന്നു, അവിടെ അയച്ചിരുന്നു. പക്ഷെ അതിൽ KVHS നമ്മളത് സെലക്ട് ചെയ്തായിരുന്നു, പക്ഷെ പിന്നെ കിട്ടിയില്ല. ടീം വേറെ ആയിരുന്നല്ലോ. ടീം വേറെ ആയിരുന്നു. അപ്പൊ കറക്റ്റ് ടീം രസമുണ്ടായിരുന്നു. ഞാൻ പക്ഷെ തീരെ പ്രതീക്ഷിച്ചില്ല. നമ്പറൊക്കെ എടുത്ത ഫുഡ് കഴിച്ചിട്ട് പോകണം. നല്ല അടിപൊളി ബിരിയാണി കഴിപ്പിച്ചിട്ടുണ്ട്. കഴിച്ചിട്ട് പോകാം. ഉപ്പയുണ്ട്. അതാ ഉപ്പതാ ഉപ്പ. ഞാൻ ഇന്നലെ ഇവിടെ വരാത്തോണ്ടേ നമ്പറൊന്നും ഇല്ല. അപ്പൊ ഞാൻ ഇന്നലെ കൂടി ഗൂഗിൾ ഫോം ഒക്കെ തപ്പി അത് നമ്പർ ഇല്ലാത്തോണ്ടേ നമ്മൾ പിന്നെ നമ്പർ വേറെയും പിന്നെ ഫയല് വേറെ ആയിരുന്നു. അത് നോക്കുമ്പോ ഏകദേശം കുട്ടികളൊക്കെ വന്നു. അപ്പൊ സമ്മാനം ഉള്ളതുകൊണ്ട് നമ്മൾ ആ ആളുണ്ടോന്നുള്ളത് അപ്പോഴാണ് തപ്പി വെക്കുന്നത്. ഞാൻ രാത്രി നോക്കുമ്പോൾ രാത്രി വിളിക്കണ്ട, അതായത് രാവിലെ വിളിച്ചാൽ ഒരു എറണാകുളത്ത് നിന്നുള്ള ആളുകൾക്ക് എത്തിവിടാൻ പറ്റില്ല. അതെ അതെ. അതുകൊണ്ട് ഞാൻ വീട് നരിക്കുന്നു. ഇല്ല സ്ക്രീൻ പ്ലേയും ഡയറക്ഷനും ഒക്കെ നീ എഡിറ്റിംഗ് നീ തന്നെ? അതെ. മൊബൈലിൽ ചെയ്താണോ? മൊബൈലിൽ. അങ്ങനെ ഒരു ഐഡിയ ഉണ്ട്. ഫസ്റ്റ് ആയിട്ടാണ് പക്ഷെ ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. ആര് ജഡ്ജസ് ആയത്? ഇങ്ങനെ ഓ എനിക്കിഷ്ടമാണ് ഫിലിം. അവിടെ പറവ മറ്റേ പറവുണ്ട്. സേതുലക്ഷ്മി എന്ന സിനിമ 5 സുന്ദരികൾ കണ്ടിട്ടോ? കണ്ടിട്ടുണ്ട്. ഫോട്ടോ എന്ന് പറയുന്ന സിനിമ അല്ലേ, ഫസ്റ്റ് സിനിമ മുകുന്ദന്റെ. സേതുലക്ഷ്മി ആ ഒരു കുഞ്ഞിനെ ഫോട്ടോഗ്രാഫർ പീഡിപ്പിക്കുന്ന ഒരു സിനിമ എവിടെ കേട്ടിരുന്നു. പക്ഷെ അത് കണ്ട് പറവ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമായിട്ടോ. വന്നില്ല. ഉണ്ട് ഈ ജനിച്ചു. ക്ലിഞ്ച് ഇവിടെ ഇരിക്കുക. താങ്ക് യു സർ. ഓ ആണോ? സാർ ഇവിടുത്തെ രാമനാട്ടുകര ക്ലീൻ സിറ്റി ഓഫീസറാണ്. ഇത് മാലിന്യ ഇവിടുത്തെ ഓഫീസറാണ്. നമ്മൾ ഔട്ടാകില്ല, റിസൾട്ട് ഔട്ടല്ല. ടോട്ടൽ എത്ര വർക്ക് ഉണ്ട് സാർ? ടോട്ടൽ എത്ര ഷോർട്ട് ഫിലിം ഉണ്ട്? 63. 63. ഓ
ഞാൻ തിരുവനന്തപുരം നേമം പറയും, അവിടെ ശ്രീ വിദ്യാധിരാജ. ആ യൂട്യൂബിലുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കുക, കുഴപ്പമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിൽ ശരി. ആരോഗ്യത്തിന് ഹാനികരമാണ്. I'm so proud of myself. So many സാറുമാരൊക്കെ എന്നെ പ്രൈസ് ചെയ്തത്. I'm so proud of myself. So proud of myself. എന്നാലും 60 എത്രയോ സ്ഥാനത്തു നിന്നാണ് നമ്മളെ മാത്രം സെലക്ട് ചെയ്തത്. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഫറൂഖ് കോളേജ് വരെ ചെയ്യണം. അപ്പം നമുക്ക് എൻ്റെ മുഴുവൻ പേരോ? ശ്രീ വിദ്യാധിരാജ ഹോമിയോ ടൈപ്പ് ചെയ്താണ്. 2 പേരാണ് നമ്മുടെ ഫിലിം വാല്യൂ ചെയ്തിരിക്കുന്നത്. ഒന്ന് മുനീർ അലിയാണ്, പറവ സിനിമക്ക തിരക്കഥ എഴുതിയ മുനീർ അലിയും ഫൈസൽ അബ്ദുള്ള സാറുമാണ് നമ്മുടെ ഈ സിനിമകൾ വാല്യൂ ചെയ്തിരിക്കുന്നത്. നിങ്ങളോട് വിശദമായിട്ട് ഈ സിനിമകളെ കുറിച്ച് അദ്ദേഹം സംസാരിക്കും. അപ്പം റിസൾട്ട് പ്രഖ്യാപനത്തിനായിട്ട് അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിലെ മുഖ്യാതിഥി നമ്മുടെ പ്രിയപ്പെട്ട ദേവപ്രിയ മേമാണ്, സ്റ്റേറ്റ് NSS ഓഫീസർ കേരള. മേമം വളരെ സജീവമായി നമ്മുടെ ഈ ഒരു ആശയം അതുപോലെ തന്നെ നമ്മുടെ കൂടെ തന്നെയുണ്ട്. പ്രിയപ്പെട്ട 10ൽ 10 ഔട്ട് ഓഫ് 10 എന്ന് പറയുന്ന ഒരു വളരെ പ്രസിദ്ധമായ ഒരു വിദ്യാഭ്യാസ സിനിമയുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ പറഞ്ഞത് എത്ര മനോഹരമായിട്ടാണ് നിങ്ങളതിനെ ആവിഷ്കരിച്ചത്. സത്യത്തിൽ ഇന്നലെ സിനിമ ഒന്നും കാണാൻ പറ്റിയില്ല. ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി അത് കണ്ടു. ചില സിനിമകളൊക്കെ, ഷോർട്ട് ഫിലിംസൊക്കെ എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതും ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആണല്ലോ നമ്മുടെ NSSന്റെ. എന്നിട്ടും നിങ്ങൾ അത്രമേൽ മനോഹരമാക്കി. മികച്ച സ്ഥാനങ്ങളിൽ എത്തിച്ചേരാനും കൂടുതൽ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനും ഈ ഒരു അംഗീകാരം പ്രചോദനമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് പേര് പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും പ്രൈസ് ഉണ്ടാവില്ല. Actually, most of the cinemas all success in always duetting. Heroines are there. That film only most of the success. But which one got national award? Nobody will see that films. That time we want to show you to socialize and social issues. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എത്രയോ പേര് ഇനി ഭാവിയിൽ ഈ ഒരു ആകാംക്ഷയുടെ 100 ഇരട്ടി ആകാംക്ഷയോടെ ഒരു തിയേറ്ററിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പ്രജേഷ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കൂടിയായാലും നമ്മുടെ ഇന്നത്തെ നമ്മുടെ ബാദ്ഷാ സാറിൻ്റെ വാക്കുകളിൽ കൂടി 2 പേരും പറഞ്ഞ ഒറ്റ ഒരു കാര്യമാണ്. നിങ്ങൾ ആരെങ്കിലും അത് ശ്രദ്ധിച്ചോ എന്നറിയത്തില്ല. നമുക്ക് ആത്മാർത്ഥയോടെ നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ നമ്മൾ അതിലേക്ക് ചെന്നെത്തും എന്നതാണ് ഇവർ 2 പേരും നമ്മളോട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഭാവിയിൽ നിങ്ങളുടെ ഒരു ഫിലിം ഇറങ്ങുമ്പോഴത്തേക്ക് ഇവിടെ ഇരിക്കുന്ന ആകാംക്ഷയുടെ 100 ഇരട്ടി ആകാംക്ഷയോടെ കാത്തിരിക്കാൻ ഇടയാകട്ടെ എന്നതാണ് എൻ്റെ ആഗ്രഹം. For is finally here. I now invite Mr. Faisal Abdullah, renowned film director, to officially announce the results of the film festival. പ്രതീക്ഷയോടെ ഇതിനെ സമീപിക്കാൻ കാരണം കേരളത്തിന്റെ യുവത്വം എങ്ങനെ ചിന്തിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ്. 63 ഷോർട്ട് ഫിലിമുകളാണ് കണ്ടത്. അതിൽ 63നെയും എന്താ പറയുക, ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കാൻ ഈ സാർ ഏകദേശം ഒരാഴ്ച സമയമെടുത്ത് ഞങ്ങളിത് കണ്ട് കൂടുതലൊന്നും പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല, വിഷയത്തിലേക്ക് കടക്കാം. ഷോർട്ട് ഫിലിം എന്ന സങ്കേതത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ
ഒരു പ്രമേയത്തെ ഏറ്റവും ശക്തമായി, ഏറ്റവും കുറഞ്ഞ സമയത്ത് ഏറ്റവും ആകർഷണീയമായി എങ്ങനെ അവതരിപ്പിക്കാം എന്നാണല്ലോ നോക്കുന്നത്. ആ ഒരു ആംഗിളിൽ 63 എണ്ണവും കണ്ടപ്പോൾ വേറിട്ട ചിന്താ രീതിയിൽ ഏതൊക്കെ സിനിമകൾ മുന്നിട്ട് നിന്നു എന്നതാണ് ഞങ്ങൾ വിലയിരുത്താൻ ഒരു മാനദണ്ഡമായി കണ്ടത്. കാരണം ഈ വിഷയം ഭയങ്കര ഡ്രൈ ആണ് അല്ലേ? വേസ്റ്റ് എങ്ങനെ പറഞ്ഞാലും ഒരിത്തിരി പ്രശ്നമുള്ള വിഷയമാണ്. മറ്റു വിഷയം പോലെയല്ല, ഒരു മാനസിക സംഘർഷമുള്ള വേറെ വിഷയങ്ങൾ പോലെ ഒന്നല്ല. വേസ്റ്റ് ഒരു വലിയ, അത് വെച്ചൊക്കെ സിനിമകളൊക്കെ വളരെ കുറവാണ്. അങ്ങനെ ഒരു സബ്ജക്റ്റ് എടുത്ത് നിങ്ങൾ കൈകാര്യം ചെയ്തതിൽ 90% സത്യം പറഞ്ഞാൽ ഒരേ പാറ്റേൺ തന്നെ പിടിച്ചുപോയി. സിനിമാക്കാരുടെ ഭാഷയെ പറയുകയാണെങ്കിൽ സാർ അങ്ങനെ പറയാലോ. NSS വളണ്ടിയേഴ്സ് എന്ന് നോക്കുമ്പോൾ നിങ്ങൾ എടുത്ത എഫേർട്ട് 100% ഞാൻ അംഗീകരിക്കുന്നു. ഇനി ഒരു സിനിമയുടെ ആംഗിളിൽ കൂടി ഇതിനെ നോക്കണമല്ലോ. കാരണം നാളത്തെ സിനിമാക്കാർ ഇതിൻ്റെ അകത്തുണ്ടല്ലോ. അവരെ തിരഞ്ഞെടുക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്തം കയ്യിൽ വന്നപ്പോൾ ഒരു 5 എണ്ണം ഞങ്ങൾ തിരഞ്ഞെടുത്തു 63-ൽ. ഈ 5 എണ്ണത്തിന് ഞങ്ങൾ മാനദണ്ഡമായിട്ട് കണ്ടത് വ്യത്യസ്തമായി എങ്ങനെ ഈ സബ്ജക്റ്റിനെ അവർ സമീപിച്ചു എന്നുള്ളതാണ്. ഒറ്റയടിക്ക് ഉപദേശിക്കാൻ എല്ലാവർക്കും കഴിയും അല്ലേ? നാളെ മുതൽ വേസ്റ്റ് വലിച്ചെറിയരുത്, നമുക്ക് പ്രതിജ്ഞ എടുക്കാം എന്നുള്ള പരിപാടികളൊക്കെ ഞാൻ ആരെയും കുറച്ച് പറയാല്ലോ കേട്ടോ. നിങ്ങൾ ഈ വേർഡ്സ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾ ചെയ്ത ഷോട്ടിൽ ഇവരുണ്ടാവും. ഞാൻ എന്നെ കൂടി ഉൾപ്പെടുത്തിയിട്ട് വിമർശിക്കുക ഈ ഒരു സാഹചര്യത്തിൽ എൻ്റെ ഉത്തരവാദിത്തമായതുകൊണ്ട് പറയാണ്. കാരണം നാളത്തെ സിനിമാക്കാരാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന 5 പേർ അല്ലേ? നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് ഈ 5 പേരെ. അവർക്ക് കൂടുതൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാവാൻ വേണ്ടി തന്നെ വിമർശിക്കുകയാണ്. ഉപദേശം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ആവശ്യമില്ല. ആവശ്യത്തിലേറെ ഉപദേശം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കോളേജുകളിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇത്രയേറെ സ്ക്രീൻ ടൈം യൂസ് ചെയ്യുന്ന തലമുറ, നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സിനിമകളിൽ ഉപയോഗിക്കപ്പെടുന്ന സിംബലുകൾ അല്ലേ? പഴയ കാലത്തെ സിനിമകളിലൊക്കെ സിംബലുകൾ നന്നായിട്ട് ഉപയോഗിച്ചിരുന്നു. റിസൾട്ടിലേക്ക് പോവുകയാണ്. തേർഡ് പ്രൈസ് മുതൽ വായിക്കാം, അങ്ങനെയല്ലേ എൻ്റെ ഒരു സ്റ്റൈൽ അല്ലേ? ശരി, തിരഞ്ഞെടുത്ത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന രീതിയിൽ 3 എണ്ണം തിരഞ്ഞെടുത്തു. 3ന്റെയും പേര്, ഒന്ന് സർവം സ്വച്ഛം എന്നാണ് അതിന്റെ പേര്. സ്ഥാനം ഏതാണെന്ന് പിന്നെ പറയുള്ളൂ. 2 ബ്ലാസ്റ്റിക് ആണ്, ബ്ലാസ്റ്റിക്. 3 റീടേൺഡ് എന്നാണ്. സർവം സ്വച്ഛം വിമല കോളേജ് തൃശ്ശൂരാണ്. ബ്ലാസ്റ്റിക് സുല്ലമുസലാം അരീക്കോട്. റീടേൺഡ് SVR ഹോമിയോ മെഡിക്കൽ കോളേജ് കൊല്ലം അല്ലേ? പിന്നെ സാക്ഷി എന്ന സിനിമയ്ക്ക് ഒരു അവാർഡുണ്ട്, മാറ്റം എന്ന സിനിമയ്ക്ക് അവാർഡുണ്ട്, ജനസന്ദേശം എന്ന സിനിമയ്ക്ക് അവാർഡുണ്ട്. ശരി, 6 എണ്ണത്തിന്റെ പേര് ഞാൻ വായിച്ചു. 5 എണ്ണം ഒന്ന് റിപ്പീറ്റ് വരുന്നുണ്ട്. സാക്ഷി, Thank you for choosing me. Best Screenplay for the movie Sarvam Swacham, Vimala College, Thrissur. Visual Jury Award for the movie Jana Sandesham by the college JDT Islam Polytechnic, Kozhikode. അജുവോ ഇല്ലാതെ അവിടെ പോയി ഇങ്ങോട്ടൊന്ന് മുറിഞ്ഞ് പോകാൻ
Yeah, we got it. എന്നാന്നറിയില്ല, ഞാൻ കൂടുതൽ കഴിക്കില്ല. ഇത് കൊടുക്ക. ഫസ്റ്റ് ആയതുകൊണ്ട് 2 ഉണ്ടാവൂല, എക്സ്ട്രാ കോപ്പി ഉണ്ടാവില്ലേ, ഫസ്റ്റ് ഒറ്റ കോപ്പിയിലുണ്ടാവും. അതെ, അതാണ്. ഇപ്പൊ തരാറിനെ മെമ്പർഷിപ്പ് എടുക്കുക, വായനയൊക്കെ തുടങ്ങുക, തിരുവനന്തപുരത്താണ് ലൈബ്രറിയിൽ എടുക്കുക, ഓരോ ദിവസം 2 മണിക്കൂർ സിനിമ ആണെന്ന് വിചാരിക്കുക. നിങ്ങളുള്ള 5 കൊല്ലം കൊണ്ട് അറിയപ്പെടുന്ന സിനിമക്കാരി മാഷേ 4 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം പ്രജേഷ് പ്രജേഷൻ മാധ്യമത്തിലായിരുന്നു, മാധ്യമപ്രവർത്തകനായിരുന്നു. അദ്ദേഹം മാധ്യമത്തിൽ പത്രപ്രവർത്തനായിരുന്നു. അയാൾക്ക് ഗോയിങ്കി അവാർഡ് കിട്ടി. ഇന്ത്യയിൽ ഏറ്റവും പത്രപ്രവർത്തനത്തിലുള്ള ഏറ്റവും വലിയ അവാർഡുകളൊന്നാണ് ഗോയിങ്കി അവാർഡ്. മൂപ്പരൊക്കെ ഇട്ടേച്ചിട്ടാണ് മൂപ്പര് എന്ത് ചെയ്തത്, സിനിമ പോയി. മൂപ്പര് സിനിമയാണ് ക്യാപ്റ്റൻ എന്ന സിനിമ ഉണ്ടോ, ക്യാപ്റ്റൻ വെള്ളം കണ്ട വെള്ളം എന്ന സിനിമ, മദ്യപാനികൾ സിനിമ കാണുന്നൊരു പേരന്റ്. അപ്പൊ ഈ സാധനമാണ് അങ്ങോട്ട് കൈണ്ടാകുന്നത്. കണ്ടാമിനേഷൻ വളരെ പ്രധാനമാണ്. അന്ന് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കാൻ, അതിന് സപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയ ജീവിത സാഹചര്യം ചിലപ്പോൾ ഉണ്ടായിണ്ടാവില്ല, അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല, കൂട്ടുകാർ കൃഷി ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ചില കമ്മ്യൂണൽ റിവൈവേഴ്സ് കൊണ്ട് നമ്മൾ പിൻവലിഞ്ഞിട്ടുണ്ടാവും. പല സാധനങ്ങളും ആവാമല്ലോ. ഞാൻ പറയാൻ കാരണം വെച്ചാൽ പ്രജേഷിനെ മാധ്യമത്തിൽ നിന്ന് രാജിവെക്കാണ്. രാജിവെച്ചിട്ട് ഇത് ഗോയങ്ക അവാർഡ് എഴുതിയിട്ട് 4 മാസം കഴിയാണ് മുമ്പ് രാജിവെച്ച് വിടുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഫസ്റ്റ് ഒരു നല്ല പടം കിട്ടി. അപ്പൊ മുമ്പ് അസിസ്റ്റന്റായിട്ടാണ് വളരെ ഹാപ്പി ആയി. അത് അതോട് കഴിഞ്ഞോണ്ട് തീർന്നുപോയി. പിന്നെ പടമൊന്നുമില്ല, പിന്നെ മുന്നോട്ട് ഒതുങ്ങിയിരിക്കുക. അപ്പൊ ഇയാളെ ഇന്നലെ പറഞ്ഞ കഥ കേട്ടോ. അപ്പൊ ഇയാളെ ഏട്ടൻ്റെ ഫോട്ടോഗ്രാഫറാണ് സിനിമയിൽ തന്നെ. ഇയാളെല്ലാ ദിവസവും ഫോട്ടോ ഉണ്ടാവും, ഫോട്ടോഗ്രാഫർക്ക് എല്ലാ ദിവസവും പണിയുണ്ടാവും. അപ്പം ഓരോ പടം തീരുമ്പോൾ ഇയാൾ എന്ത് ചെയ്യും, ഓരോ ഫോട്ടോ കൊണ്ടുവച്ചിട്ട് ഇതിന്റെ പോസ്റ്റർ കൊണ്ടുവച്ചിട്ട് ഓരോ ലൊട്ടിക്കണം. അപ്പം ഇയാൾക്കാണ് പണിയൊന്നുമില്ല, ഇയാളിങ്ങനെ 6 മാസമായിട്ട് ഇങ്ങനെ എന്താ ചെയ്യേണ്ടത് നല്ലൊരു ഗതിയില്ലാതിരിക്കണം. അപ്പോൾ ഏട്ടനാണ് എന്ത് ചെയ്യും, ഓരോ സിനിമ കഴിയുമ്പോൾ ഓരോ പോസ്റ്റർ ഉണ്ടാവും, ഇയാളെ പേരൊക്കെ വെച്ചുള്ള പോസ്റ്റർ. ഒരു ദിവസം ഇയാൾ ഇങ്ങനെ ഇരിക്കുമ്പോഴല്ലേ അമ്മ അങ്ങനെ അങ്ങോട്ട് കൊണ്ട് പോകുന്നത്. അമ്മ ചോദിച്ചാൽ കണ്ട് പഠിക്കുന്നതാണ്. ആ ഒരു സാധനമാണ് എന്ത് ചെയ്തത്, ഞാൻ അമ്മനോട് പറഞ്ഞാൽ എന്താണ്, അമ്മേ മൂപ്പര് ഫോട്ടോ ഒട്ടിക്കുന്നത് നിന്റെ 10 ഫോട്ടോ ഞാൻ ഇവിടെ ഒട്ടിക്കും, ഇവിടെ കൊണ്ടുതന്നെ അത് ഒട്ടിച്ചു എന്നാണ്. 5 കഷ്കന്നെ വെച്ചിട്ട് ഷാജികുമാർ ഷാജി ദേവമാരി പറയുന്നുണ്ട് ജയിലിൽ കിടക്കുന്ന കഥ വെച്ചിട്ട്. അപ്പൊ നിങ്ങൾ വായിക്കാനും ഇല്ലേ, പലതരത്തിലേക്ക് പോട്ടെ, അങ്ങനത്തെ ഒരു അക്കാദമിക് സ്ഥാപനത്തിൽ വരാനും ജീവിതം ഇങ്ങനെ പല ടേണിങ്ങിലൂടെയാണല്ലോ. ഈ നല്ല മജീദിയുടെ ഇറാനിയൻ സിനിമയൊക്കെ ഉണ്ട്, നല്ല അടിപൊളി സിനിമകളാണ്. ഇറാനിയൻ സിനിമ കാണല്ലേ, ഈ സെലക്ട് ചെയ്ത് കണ്ടാൽ കൊറിയൻ ഫിലിംസ് ഒക്കെ ഭയങ്കരമായിട്ട് പാരസൈറ്റ്. കിമ്മിന്റെ പ്രത്യേകത കിം ആകെ 27ാമത്തെ വയസ്സിലാണ് കിം ആദ്യം ഒരു സിനിമ കാണുന്നത്. അദ്ദേഹം പിന്നെ പാരീസിൽ, കൊറിയയിൽ തിയേറ്ററില്ല, അദ്ദേഹം പാരീസിൽ എന്ത് ചെയ്യാണ്, ചിത്രകല പഠിക്കാൻ പോകുന്നത്. ഇതൊരു ആശാരിയായിരുന്നു. അങ്ങനെ 20ാം വയസ്സിൽ ആദ്യം സിനിമ കാണുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ സിനിമ ആദ്യം കാണാണ്. 28ാം വയസ്സിൽ അദ്ദേഹം ആദ്യം സിനിമ എടുക്കുകയാണ്. ലോകത്തിലെ 10 സംവിധായകർ എടുക്കുകയാണെങ്കിൽ അതിലൊരാളാണ് മരിച്ചു പോയിട്ട്, കോവിഡ് സമയത്ത് മരിച്ചു പോയി. ഇപ്പൊ മലയാളത്തിലോട്ട് വരുന്നുണ്ട്. ആദ്യം ഇപ്പൊ എന്റെ വൈഫ് എന്നോട് പറഞ്ഞ അനോമി കണ്ടപ്പോ
വേറൊരു സ്ഥാനത്തിലേക്ക് പോയില്ലായിരുന്നു. എന്നുവെച്ചാൽ മനോജ് വെള്ളനാട് ഡോക്ടർ അവർ ആർട്സ് കോളേജ് റെസിഡൻസിനോട് വൈഫ് തന്നെ ക്ഷണിച്ചിരുന്നു. മനോജ് വെള്ളനാട് തന്നെ അനോമിയെ കുറിച്ച് വേറെ റിവ്യൂ ചെയ്തിട്ടുണ്ട്, മെഡിക്കൽ ആംഗിൾ. നിങ്ങൾ ഡോക്ടർ ആയതുകൊണ്ട് അതിന്റെ റിവ്യൂ ഒന്ന് വായിക്കും. ഡോക്ടർ മനോജ് വെള്ളനാട് അതിന്റെ റിവ്യൂ അങ്ങനെ വളരെ മാഷൊക്കെ ഉപയോഗിക്കും. മാഷിത ഫിലിം എന്നെ തന്നെ ഗൈഡ് ചെയ്യാൻ പറ്റിയൊരു അധ്യാപകനാണ്. ഈ കോളേജിൽ നല്ല റിസർച്ച് സാറ് നമ്പർ എൻ്റെ അടുത്തുണ്ട്. പരിപാടിക്ക് വന്നിരുന്ന് ഈ സിനിമയെന്ന് പറഞ്ഞപ്പോ ഫുള്ളേ ഇരുന്ന അന്ന് 10 ക്ലാസ് എടുക്കാൻ പോകാൻ സിനിമയ്ക്ക് വന്ന ആൾക്കാരെ ഞാൻ ശുചിത്വന്റെ പ്രോഗ്രാം മിശ്രാം. ഞാൻ മുക്കത്ത് മണാശ്ശേരി. പേര് ജ്യോതിഷ്. എന്നോട് അടുപ്പിച്ച് പിടിച്ചോ. എനിക്കില്ല, ഞാൻ പിന്നെ അധ്വാനമില്ലാതെ ഞാൻ അത് ചെറുപ്പം നടത്തുന്നു. നിങ്ങള് പോകണേ ക്യാമറ കണ്ടാ അതുകൊണ്ട് കാര്യമില്ല, എനിക്ക് അധ്വാനമില്ല. നമ്മൾ അധ്വാനിക്കാതെ അതിന്റെ സമ്പാദ്യം അർഹിക്കാൻ പാടില്ല. എന്നാലും ആ ഫോൺ ഈ ക്യാമറ അല്ലെങ്കിൽ ക്വാളിറ്റി എത്ര ഉണ്ടാവോ? ഇല്ല, നമ്മള് കോളേജിൽ ഇത്ര ക്വാളിറ്റി ഉള്ള ഫോണില്ല. അതുകൊണ്ട് കാര്യമില്ലല്ലോ, അതിന് അതിനാടി ക്വാളിറ്റി ഉള്ള ഇവിടെ കിടന്ന് ഓടിയുന്നു. പക്ഷെ അതെ തീമുണ്ട്. അതാണ് ക്വാളിറ്റി പോലും നോക്കാൻ നമുക്ക് കിട്ടില്ല. കത്തിച്ച അതൊരു ഞാൻ നടക്കാതെ താങ്ങാനെന്ത് കിട്ടുക 10,000 കിട്ടുകയാണെങ്കിൽ തിരക്കെടുക്കുന്നത്. അതെ അതുപോലെ ഉണ്ടാക്കി അതിന് അവിടെ പുറത്തിറക്കാൻ ഇവിടെ നല്ല കാറ്റുണ്ട്. ഓക്കെ ഓക്കെ. ഇല്ല കുഴപ്പമില്ല, എന്നാലും നിങ്ങൾ കുറെ ഓടിയില്ലേ ഇവിടെ ഉള്ള തന്നെ. സോറി, കുഴപ്പമില്ല. ഓ സെറ്റാക്കി ഇപ്പൊ ഫുള്ള് പേരുണ്ട്. ഓക്കെ, പേരെന്താ? സന. ഓ ഓക്കെ, താങ്ക് യു. ബൈ. ഓ പേര് സെറ്റാക്കി. അപ്പൊ നമുക്ക് 2 എണ്ണം. പേര്